ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആരോടാണെന്നുള്ളത്. അപ്പോൾ റസൂൽ പറയുന്ന മറുപടി നിൻ്റെ ഉമ്മയോടാണെന്നാണ്. അത് കഴിഞ്ഞ് വീണ്ടും അയാളെ ചോദിക്കുന്നുണ്ട്, പിന്നെ ആരോടാ കടപ്പെട്ടിരിക്കുന്നത്? വീണ്ടും നിൻ്റെ ഉമ്മയോട് തന്നെ. വീണ്ടും ചോദിക്കുന്നു, വീണ്ടും നിൻ്റെ ഉമ്മയോട് തന്നെ. അവസാനമായിട്ടുള്ള മറുപടി മാത്രമായിരുന്നു നിൻ്റെ ഉപ്പ എന്നുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാമിൽ ഉമ്മ എന്നുള്ള ആൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അള്ളാഹുവിൻ്റെ സ്നേഹം ഉമ്മയുടെ സ്നേഹത്തെ കമ്പയർ ചെയ്തിട്ടാണ് എപ്പോഴും വർണ്ണിക്കാറുള്ളത്. ഉമ്മയേക്കാൾ 70,000 ഇരട്ടിയാണ് നമ്മളെ പടച്ചവൻ നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളത്. ശരിയാ, നമ്മൾ മനസ്സൊന്ന് വിഷമിപ്പിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 അടിയൊക്കെ തന്ന് നമ്മൾ നല്ല കരഞ്ഞിരിക്കുന്ന സമയത്ത് രാത്രി വന്നിട്ട് നമ്മളോട് പറയും, വന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഇനിയും അടി കിട്ടും കേട്ടോ. ആ ഒരു സ്നേഹം എത്രത്തോളം ആത്മാർത്ഥമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പുള്ള ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഉമ്മ മാത്രമാണ്. ബാക്കി എല്ലാവരും നമ്മളെ ചിലപ്പോൾ കൈവിട്ടെന്നിരിക്കും. ബാക്കി എല്ലാവരും നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമ്മളെ കൂടെ ഇല്ലാതിരിക്കാം. നമ്മളെ തെറ്റുകൾ കാണുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട്. പക്ഷേ അവിടെയെല്ലാം എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോള് എന്നും നന്നായിരിക്കും, നല്ല ജീവിതം നയിക്കും. നമ്മളെ ഏറ്റവും പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മുടെ എല്ലാ തെറ്റുകളും തിരുത്തി തന്ന് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ ഉമ്മ മാത്രമാണ്. ആ ഉമ്മയുടെ കണ്ണുകൾ നനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ എത്ര സക്സസ് നേടാൻ നോക്കിയാലും നടക്കില്ല. നമ്മുടെ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ എതിർത്തൊരു വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മയുടെ മനസ്സൊന്ന് വിഷമിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടച്ചോൻ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ എത്ര നമ്മൾ നല്ല ആളാണെന്ന് പറഞ്ഞാലും എത്ര ഇബാദത്തുകൾ ചെയ്താലും നമുക്ക് പടച്ചോൻ നന്മ തരില്ല, അല്ലെങ്കിൽ സക്സസ് തരില്ല. ഉമ്മയുടെ കാലിൻ്റെ കീഴിലാണ് സ്വർഗം എന്ന് മുത്തറസൂല് പറഞ്ഞത് വെറുതെ അല്ലടോ. നമ്മൾ ഉമ്മയുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതലും ഈ കണ്ട കാലം മൊത്തം നമ്മളെ ഒരേ രീതിയിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മ മാത്രമായിരിക്കും. ആ ഉമ്മയുടെ കണ്ണൊന്ന് നനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിതത്തിൽ ഒരു ബിഗ് ഫെയിലിയർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന പോലെ ഉമ്മമാരുള്ള കാലമാണോ നമ്മുടെ ഏറ്റവും അടിപൊളി കാലം. ഉമ്മമാരില്ലാതാവുന്ന കാലം വരുമ്പോഴേ നമ്മുടെ ലൈഫിൽ ഉമ്മമാർ എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. റബ്ബിർഹംഹുമാ കമാ റബ്ബിയാനി സഗീറ എന്നുള്ളത് വെറുതെ ഒരു പ്രാവശ്യമൊന്നുമല്ല, ജീവിതത്തിൽ 1000 പ്രാവശ്യം അല്ല, ഒരു ദിവസത്തിൽ 1000 പ്രാവശ്യം പറഞ്ഞാൽ പോലും നമുക്ക് മതിയാവില്ല. എത്രത്തോളം നമ്മൾ പടച്ചവനോട് ശുക്ർ ചെയ്താലും മതിയാവില്ല. കാരണം ഈ ലോകത്ത് ഉമ്മമാരില്ലാതെ കഷ്ടപ്പെടുന്ന എത്രത്തോളം കുട്ടികളുണ്ടെന്നറിയോ? ഉമ്മമാരുടെ സ്നേഹം കിട്ടാതെ ജീവിക്കുന്ന എത്രത്തോളം കുട്ടികളുണ്ട്. ആ ഒരു കാലത്തിൽ നമുക്ക് നമ്മുടെ ഉമ്മ സ്വന്തമായിട്ട് കൂടെ തന്നെ ഉണ്ടെന്ന് പറയുന്നത് അത് പടച്ചോൻ ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിന് അള്ളാഹിനോട് എപ്പോഴും ശുക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ക്ലാസ് കഴിഞ്ഞ് വന്നാൽ, കോളേജ് കഴിഞ്ഞ് വന്നാൽ, ജോലി കഴിഞ്ഞ് വന്നാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി വരുന്നത് ഉമ്മ എന്നുള്ള വിളി കൊണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ഒരാളവിടെ ഇല്ല. അടുക്കളയിൽ പാത്രങ്ങളുടെ സൗണ്ട് കേൾക്കുന്നില്ല. നമ്മൾ പൊതിരെ ചീത്ത പറയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ശൂന്യമായി പോകും. നമുക്ക് നമ്മുടെ ഉമ്മ ഇല്ലാത്ത ആ ഒരു അവസ്ഥ എത്രത്തോളം ദുസ്സഹനീയമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ഉമ്മമാരും അവരവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന, അതിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ്. നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നമുക്ക് തിരിച്ച് ആ വീട്ടിലേക്ക് കയറി വരുന്ന വരെ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ അത് നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥന തന്നെ. എത്രയോ പേര് എത്രയോ കാര്യങ്ങളിൽ നിന്നും എത്രയോ അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഉമ്മമാരുടെ പ്രാർത്ഥനകളാണ്. നമ്മുടെ ഉമ്മമാർക്കറിയാം നമ്മൾ എവിടെ ചെന്ന് കയറും, ഏത് കുഴിയിൽ ചെന്ന് വീഴും എന്നുള്ളത്. ആ കുഴികളിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മളാണെങ്കിലോ കറിയിലൊന്ന് ഉപ്പ് കൂടിയാലോ, ഒന്ന് ഉപ്പ് കുറഞ്ഞാലോ, എരിവ് കൂടിയാലോ, എരിവ് കുറഞ്ഞാലോ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യമില്ലാതെ ഉമ്മാനെ ചീത്ത പറയുന്നത്. എന്തെങ്കിലും ഒരു പണി പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, ഞാനെന്തിനത് ചെയ്യേണ്ട ആവശ്യം, നിങ്ങൾ ചെയ്തോ എന്നുള്ളൊരു ലെവലിലാണ് നമ്മൾ സംസാരിക്കുക. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് തിരിച്ചൊന്നും പറയാതെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ നമ്മുടെ വർക്കുകളും ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ് ഉമ്മ എന്ന് പറയുന്നത്. നമ്മൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ വീണ്ടും 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 നമ്മളത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നല്ല വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ. പക്ഷേ അതിന് പകരം എത്രത്തോളം അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ എണീറ്റ് അവരെന്തെങ്കിലും ഒരു ചെറിയ സഹായം, ചിലപ്പോൾ നമ്മളെ സഹായിക്കാനൊന്നും സമ്മതിക്കില്ല, ഇയാണ്ട് പോയിക്കേ ഞാൻ ചെയ്തോളാം,
എന്നുള്ളൊരു വർത്തമാനമൊക്കെ വരും. പക്ഷേ എന്നാലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, അതല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്ന് വർത്തമാനം പറഞ്ഞിരുന്നാൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. കാരണം വീട്ടിൽ എപ്പോൾ നോക്കിയാലും അടച്ചിട്ടിരിക്കുന്ന, ആകെ ഖുറാനും നിസ്കാരവും അവരെ ഈ ഒരു അടുക്കളയും മാത്രമേ ഉള്ളൂ അവർക്കൊരു ലോകം എന്ന് പറയുന്നത്. അവർക്ക് വേറെ ഒന്നുമില്ല, പുറത്ത് ചുറ്റുപാടുകളൊന്നുമില്ല. അവരോട് നമ്മൾ കുറച്ച് കഥകൾ പറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതത്തിൽ ഉപ്പയില്ലാതെ ജീവിക്കുന്നതോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഇല്ലാതെ ജീവിക്കുന്നതോ ഭർത്താവില്ലാതെ ജീവിക്കുന്നതോ മക്കളില്ലാതെ ജീവിക്കുമ്പോഴോ അപ്പോഴൊന്നുമല്ലടോ ഒരു മനുഷ്യൻ അനാഥനാവുന്നത്. അവൻ്റെ ഉമ്മയില്ലാതിരിക്കുമ്പോഴാണ്, അവൻ്റെ ഉമ്മയുടെ ആ തണലില്ലാതിരിക്കുമ്പോഴാണ്. എന്ത് കാര്യത്തിനും ആ ഉമ്മയുടെ ഒരു പ്രാർത്ഥന ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ നടക്കുമ്പോൾ അവനൊരു ധൈര്യമാണ്. ദുനിയാവിൽ ഏതൊരു ശക്തിക്കും അവനെ എതിർത്ത് നിർത്താൻ പറ്റില്ല എന്നുള്ള ഒരു ധൈര്യം.